ലോകത്തെയാകെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ അഞ്ചിലൊന്നും കടന്നുപോകുന്ന ഈ നിർണായക പാതയിലെ നിയന്ത്രണം സംബന്ധിച്ച് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന പ്രഖ്യാപനമാണ് ടെഹ്റാനിൽ നിന്ന് വരുന്നത്. മേഖലയിലെ നാവിക സാഹചര്യം അസ്ഥിരമായി തുടരുന്നിടത്തോളം കാലം ചർച്ചകൾക്കില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് സമാധാന ചർച്ചകളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഇറാന്റെ പക്ഷം. ഹോർമൂസ് കടലിടുക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ജലപാതയല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ ആയുധമാണ്. ഈ കടലിടുക്കിനു ചുറ്റും അടുത്ത കാലത്തായി നടന്ന നാവിക ഏറ്റുമുട്ടലുകളും കപ്പലുകൾ പിടിച്ചെടുക്കലുകളും വെടിയുതിർക്കലുകളും നിലവിലുള്ള വെടിനിർത്തൽ കരാറിനെ തന്നെ അപ്രസക്തമാക്കിയിരിക്കുകയാണ്. ആഗോള ഊർജ സുരക്ഷയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്ന ഈ നീക്കങ്ങൾ എണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് കാരണമാകുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ. ഇറാൻ ഈ പ്രദേശം സൈനികമായി നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സങ്കീർണമായ പ്രതിസന്ധിയിലായി. അമേരിക്കയുമായി നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെടുന്നതിനു മുൻപ് തങ്ങളുടെ തീരദേശത്തെ സുരക്ഷയും കപ്പൽ ഗതാഗതത്തിനുള്ള സ്വാതന്ത്ര്യവും നിരുപാധികം ഉറപ്പാക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. യാതൊരുവിധ നിബന്ധനകളും കൂടാതെ ഈ അവകാശം അംഗീകരിച്ചാൽ മാത്രമേ ഭാവിയിലെ ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്ന് ഇറാന്റെ നേതൃത്വം വ്യക്തമാക്കുന്നു. ഇതിലൂടെ അമേരിക്കയുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്താനാണ് ടെഹ്റാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന സൂചനയും ഇതിലൂടെ അവർ നൽകുന്നു. ഹോർമൂസ് കടലിടുക്കിലെ അസ്ഥിരത ആഗോള വിപണിയെ വല്ലാതെ ഉലച്ചു കഴിഞ്ഞു. ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിച്ചതും സുരക്ഷാ ഭീഷണിയും കാരണം പല കപ്പൽ കമ്പനികളും ഈ പാത ഒഴിവാക്കാൻ നിർബന്ധിതരാകുകയാണ്. എന്നാൽ ലോകത്തിന് ആവശ്യമായ ഇന്ധനത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഈ പാതയ്ക്ക് കൃത്യമായ മറ്റൊരു ബദൽ കണ്ടെത്തുക എന്നത് അസാധ്യമാണ്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നത്. കീഴടങ്ങാനോ അത് സ്വപ്നത്തിൽ മാത്രം എന്ന ഇറാന്റെ നിലപാട് ഈ മേഖലയിലെ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. അമേരിക്കൻ നാവികസേന മേഖലയിൽ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ ഗറില്ല യുദ്ധമുറകളെയും മിസൈൽ ശേഷിയെയും അവർ ഗൗരവമായി കാണുന്നു. ഒരു തുറന്ന യുദ്ധം ഉണ്ടായാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് കൊണ്ടുപോകുമെന്ന് എല്ലാവർക്കും അറിയാം. ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ ഇറാൻ നടത്തുന്ന ശ്രമങ്ങളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ സംഭവിക്കാവുന്ന സാമ്പത്തിക ദുരന്തത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഓരോ നിമിഷവും പുറത്തു വരുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയതോടെ ഈ മേഖലയിലെ ഓരോ നീക്കവും പ്രവചനാതീതമായി മാറിയിരിക്കുന്നു. ഇസ്രായേലിന് പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാൻ ഈ ജലപാത ഉപയോഗിക്കുന്നുണ്ട്. കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് ഒരു നിത്യ സംഭവമായി മാറിയതോടെ അന്താരാഷ്ട്ര നാവിക നിയമങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലായി. ചർച്ചകൾക്കായി അമേരിക്ക മുന്നോട്ട് വരുമ്പോഴും തങ്ങളുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന ഇറാന്റെ വാശി പശ്ചിമേഷ്യയെ ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിലെ സൈനിക നീക്കങ്ങൾ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. അമേരിക്കൻ പ്രകോപനങ്ങൾക്കെതിരെ ഇറാൻ തങ്ങളുടെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ പിഴവ് പോലും വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. സമാധാനത്തിനായുള്ള ആഗോള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ ഈ പുതിയ പ്രതിസന്ധി സമാധാന ചർച്ചകളെ മാസങ്ങളോളം പിന്നോട്ട് നയിച്ചേക്കാം. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ തന്ത്രപ്രധാനമായ പാതയിലെ ഇറാന്റെ അടുത്ത നീക്കത്തിലേക്കാണ്.